അതായത് ഇതാ അങ്ങനെ നമ്മൾ സൗദി അറേബ്യൻ ഫ്ലൈറ്റിൽ ടൊറൻറ്റോയിൽ നിന്ന് കൊച്ചിക്ക് പോയേക്കുവാണ്. പെട്ടിയ പൊട്ടിയും അതുപോലെ പൊട്ടിയ പെട്ടിയും അതുപോലെ വർക്ക് ചെയ്യാത്ത സ്ക്രീനും അടക്കം ഒരുപാട് ദുരന്ത കാഴ്ചകളും. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഇതാ നമ്മുടെ നാട്ടിലോട്ട് പോകാനുള്ള ദിവസം വന്നെത്തിയിരിക്കുക കേട്ടോ. നമ്മളിതാ ഇപ്പോൾ ടൊറൻറ്റോ ഹാമിൽട്ടണിലാണുള്ളത്. ഫ്രണ്ടിൻ്റെ കൂടെ ആയിരുന്നു ഒരു 2-3 ദിവസം താമസിച്ചത്. നമ്മൾ നേരെ ഇവിടുന്ന് ടൊറൻറ്റോയിൽ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ് നേരെ കൊച്ചിക്ക്. സൗദി അറേബ്യയിലാണ് നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. സൗദി അറേബ്യ വഴിയാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് നമ്മൾ സൗദി അറേബ്യ വഴി പോകുന്നത്. ഇതാണ്ട് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഒരാൾക്ക് 2 ലഗേജ് വെച്ച് പിന്നെ ഹാൻഡ് ബാഗോട് കൂട്ടി 6 ലഗേജും പിന്നെ ഒരു ചെറിയൊരു ബാഗും അതുപോലെ തന്നെ നമ്മുടെ ഫോണൊക്കെ ഇടാൻ വേണ്ടിയിട്ടും പാസ്പോർട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊരു ബാഗ് കൂടെ ഉണ്ട്. അപ്പോൾ ഇതാ ഫ്രണ്ടിൻ്റെ വണ്ടി ഹൈലാൻഡറായിട്ട് നമ്മൾ ഏകദേശം 54 മിനിറ്റ് 76 കിലോമീറ്റർ ഉണ്ട്. ഒരു 2:30-2:45 ആകുമ്പോഴത്തേക്ക് നമ്മൾ എത്തിച്ചേരും. നമ്മുടെ ഫ്ലൈറ്റ് ടൈം 6 മണിക്കാണ് കേട്ടോ. ഇത് എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ. ബേബി ആഞ്ചല അതുപോലെ സ്റ്റെൻസ് ബ്രോ ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഏകദേശം 6 മണിക്കാണ് നമ്മൾ ഫ്ലൈറ്റ് തുടങ്ങുന്നത് കേട്ടോ. ഫ്ലൈറ്റ് എടുക്കുന്നത് നമ്മളിതാ മെക്ഡോണൾഡ്സിൽ നിന്ന് കുറച്ച് കോഫിയും കാര്യങ്ങളൊക്കെ മേടിച്ച് നേരെ അങ്ങ് പോവാണ്. ഒന്നത് ട്രാഫിക്കുള്ള ഏരിയയാണ്, നല്ല ട്രാഫിക്കുള്ള ഏരിയയാണ്. അപ്പോൾ ട്രാഫിക്കിന് മുന്നേ എത്തണം, 3 മണിക്കൂറെങ്കിലും മുന്നേ എത്തണം. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ടൊറൻറ്റോ പിയേഴ്സൺ എയർപോർട്ടാണ്. അപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. 3 മണിക്ക് മുന്നേ തന്നെ സമയത്ത് തന്നെ എത്തി. ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ്ടല്ലേ മെട്രോയൊക്കെ പോകുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ. നമ്മുടെ സൗദി അറേബ്യ അത് ലാസ്റ്റായിരുന്നു കേട്ടോ ആ ഫ്ലൈറ്റിൻ്റെ ആ ഒരു ചെക്ക് ഇൻ ചെയ്യണ ഒരു പോയിൻ്റ്. നമ്മളിത് അങ്ങോട്ടേക്ക് വന്ന് വണ്ടിക്ക് ഇറക്കി, വണ്ടിയിൽ നിന്ന് പെട്ടി സാധനങ്ങളൊക്കെ ഇറക്കി നമ്മളിത് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പയ്യെ അകത്തേക്ക് കയറി കേട്ടോ. അത്യാവശ്യം തിരക്കൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ. കാരണം ഒന്നാമത് സൗദി അറേബ്യയിലേക്ക് അധികം യാത്രക്കാർ കുറവാണ് പൊതുവേ. എല്ലാവരും തന്നെ കഴിഞ്ഞ തവണയൊക്കെ ഞങ്ങൾ പോയതാണെങ്കിൽ എത്തിഹാദ് ഖത്തറൊക്കെ വഴിയാണ്. ആദ്യമായിട്ടാണ് സൗദി അറേബ്യയുടെ ഫ്ലൈറ്റിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അവർ പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ 1-2 ഫ്രണ്ട്സും അതുപോലെ ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോകാൻ വേണ്ടിയിട്ട് ചെക്കിനൊക്കെ തുടങ്ങി കയറാൻ തുടങ്ങുകയാണ് കേട്ടോ. അധികം തിരക്കൊന്നുമില്ലാത്ത കൗണ്ടറായിരുന്നു പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ 3 മണിക്കൂർ മുന്നേ ഞങ്ങൾ 3.5 മണിക്കൂർ മുന്നേ എത്തിയതുകൊണ്ട് അധികം തിരക്കില്ലാതെ നമുക്ക് ചെക്ക് ഇൻ ചെയ്ത് അകത്ത് കയറാൻ പറ്റി. കാരണം തിരക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മുടെ കിലോയിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റി പാക്ക് ചെയ്യാനൊക്കെ ഉള്ള സമയം കുറവായിരിക്കും. പിന്നെയും ക്യൂലൊക്കെ നിൽക്കേണ്ട വരും. അത് കാരണം നമ്മൾ ഇച്ചിരി നേരത്തെ വന്നേട്ടോ. എന്തായാലും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടിരുന്നു. നമുക്ക് ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ കിട്ടി. ചെക്കിങ്ങിനെല്ലാം കഴിഞ്ഞു. കിലോ ഒക്കെ കുറവായിരുന്നു. ആക്ച്വലി 1 കിലോ വെച്ചിട്ട് കുറവായിരുന്നു. നമുക്ക് 1 കിലോയും കൂടെ അതിനകത്ത് കയറ്റാൻ സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഇനി റീപാക്ക് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സാധനങ്ങളെല്ലാം വെച്ചിട്ട് നമ്മളിതാ കയറാൻ പോകട്ടെ. കിടക്കുന്ന അടിപൊളി സൗദി അറേബ്യൻ ഫ്ലൈറ്റ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് സൗദി അറേബ്യയിൽ പോകണമെന്ന് ഒരിക്കലും കൂടെ പറയുകയാണ്. 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത് സൗദി അറേബ്യ ഡ്രൈ ലാൻഡ് ആയതുകൊണ്ട് തന്നെ അവർ ഫ്ലൈറ്റിൽ ലിക്കർ സെർവ് ചെയ്യില്ല. അതുപോലെ ലിക്കർ കൊണ്ടുപോകുന്നതിന് ഒരു പരിധിയുണ്ട്. കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് അവരുടെ കസ്റ്റമർ കെയർ വിളിക്കുമ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ അതൊക്കെ നമ്മൾ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് വേണം പോകാൻ. നമ്മളിതാ വെയിറ്റിംഗ് ഏരിയയുടെ അവിടെ എത്തിയിട്ടൊരു കോഫി എടുത്തിട്ട് നമുക്കിതാ നമ്മുടെ വെയിറ്റിംഗ് ഏരിയയിൽ പോയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം പറഞ്ഞ പോലെ ഒരു 2-2.25 മണിക്കൂറുടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിത് അടിപൊളി ഒരു ഷവർമ സ്റ്റോർ കണ്ടു അതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ എന്തായാലും കോഫിയുടെ കൂടെ തന്നെ ഒരു ഷവർമയും കൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം നമ്മൾ ഉച്ചയ്ക്കായി ഇറങ്ങിയേക്കണത്, ഫുഡ് കഴിച്ചിരുന്നു ഓൾറെഡി. ഇനിയിപ്പോൾ ഫ്ലൈറ്റിൽ കയറി കഴിയുമ്പോൾ എപ്പോഴാണ് അവർ ഫുഡെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇതാണ്ടല്ലേ ഒരു അടിപൊളി ഷവർമയുടെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു ഷവർമ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു അടിപൊളി ബീഫ് ഷവർമ മേടിച്ചു. അതുപോലെ തന്നെ അതാണ്ടല്ലേ പിസ്സയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നല്ല അടിപൊളി ഓവനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിസ്സയൊന്നും കഴിക്കാനുള്ള അത്ര വിശപ്പ് അല്ലെങ്കിൽ അത് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എയർപോർട്ടിലേക്കല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ ചെറിയൊരു ഷവർമ മേടിച്ചു. ഷവർമയുടെ കൂടെ കെച്ചപ്പൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പ്. അത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഷവർമയുടെ കൂടെ കെച്ചപ്പൊക്കെ തന്നേക്കണേ. അതുപോലെ നല്ല അടിപൊളി ഷവർമയായിരുന്നു ചോദിച്ചാൽ കുഴപ്പമില്ലായിരുന്നു. അത്രയ്ക്ക് അടിപൊളി എന്ന് പറയാനില്ല. പിന്നെ നമ്മൾ ഫ്ലൈറ്റ് കാത്തിരിക്കുകയാണ് നാട്ടിലേക്ക്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എത്ര മോശമാണെങ്കിലും നമ്മൾ കഴിക്കും. അതാണ്ടല്ലേ എത്തിഹാദിൻ്റെ ഫ്ലൈറ്റ് കിടക്കണില്ല. കഴിഞ്ഞ തവണ നമ്മൾ പോയത് എത്തിഹാദിലാണ്, അതിന് മുന്നേ ഖത്തറിൽ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ സൗദി അറേബ്യയിൽ ഞാൻ പറഞ്ഞ പോലെ പോകുന്നത്. ഫ്ലൈറ്റിലെ സർവീസൊക്കെ തീരെ മോശമായിരുന്നു. അതാണ്ടല്ലേ ഒരു ഫ്ലൈറ്റിൻ്റെ ലാൻഡിങ്ങോ ടേക്ക് ഓഫോ എന്നാണ്ടാണ്. അതുപോലെ തന്നെ ഉണ്ടല്ലേ ഫ്ലൈറ്റിലെ ഫുഡൊക്കെ തീരെ മോശമായിരുന്നു. അതുപോലെ സർവീസ് ഭയങ്കര മോശമായിരുന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ ഭയങ്കര പാട്, ആളെ കാണാൻ ഭയങ്കര പാട്. നമുക്ക് സർവീസ് കൊണ്ട് തരുന്നത് തന്നെ 2 പേർ ഒരേ ടൈപ്പ് മീൽ നോൺ വെജ് പറഞ്ഞു, ചിക്കൻ പറഞ്ഞാൽ പോലും നമുക്ക് ഒരാൾക്ക് തരുന്നതിനകത്ത് എന്തെങ്കിലും ഒരു ഐറ്റംസ് കുറവുണ്ടാവും. നമുക്ക് 2-3 തവണ അങ്ങനെ പറ്റി. അതുപോലെ ആൾക്കാരെല്ലാം ഒരുപാട് ബഹളമായിരുന്നു അതിനകത്ത്. ഫ്ലൈറ്റ് തീരെ മോശമായിരുന്നു. ഡ്രിങ്ക്സ് ചോദിച്ചാൽ കൊടുക്കത്തില്ല. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആൽക്കഹോൾ സെർവ് ചെയ്യാത്തൊരു ഫ്ലൈറ്റാണ്. എന്നാൽ അതിന് പാകത്തിന് നല്ല ഫുഡ് കിട്ടുമെന്ന് വിചാരിച്ച് കയറിയതാണ് കേട്ടോ. തീരെ മോശമായിരുന്നു ഫുഡൊക്കെ അങ്ങോട്ട്.
ഇതാണ്ടില്ല, ഇങ്ങോട്ട് വന്ന സൗദി അറേബ്യൻ ഫ്ലൈറ്റ് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ അങ്ങോട്ട് പോകുന്ന വിശദമായിട്ടുള്ള ഞങ്ങളിതാ ഫ്രണ്ടിൻ്റെ ഒരു സിസ്റ്ററും അതുപോലെ തന്നെ അനുഷയും കൂടെയുണ്ട്. അപ്പോൾ നമ്മളിതാ ചെക്ക് ഇൻ ടൈം ആയിട്ടുണ്ട്. നമ്മൾ ഏറെക്കുറെ അകത്തേക്ക് കയറാൻ പോകണം കേട്ടോ. ഏകദേശം ഒരു 5:30 കഴിഞ്ഞായിരുന്നു, ഒരു 5:45 റേഞ്ചായി. 6 മണിയാകുമ്പോഴാണ് ഫ്ലൈറ്റ് എടുക്കുന്നത്. ടോട്ടൽ ഫ്ലൈറ്റിൻ്റെ സമയം ഏകദേശം 21 മണിക്കൂറാണ് ഇവിടുന്ന് നമുക്ക് കൊച്ചിയിലെത്താണ്ടാണ്ടില്ലേ. അവിടെ ഫ്രണ്ടിൽ സ്റ്റാഫുണ്ട്. ആ ഫ്രണ്ടിൽ നിൽക്കുന്ന 1-2 സ്റ്റാഫേ ഉള്ളൂ, ബാക്കി മൊത്തം ആണുങ്ങളാണ് കേട്ടോ. എയർ ഹോസ്റ്റർമാർ എല്ലാവരും ആണുങ്ങളാണ്. അപ്പോൾ ഇതാണ്ടല്ലോ ഫ്ലൈറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ലെഗ് സ്പേസ് കാര്യങ്ങൾ ഉണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ അപ്ഗ്രേഡിന് ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഫ്ലൈറ്റ് ഫുള്ളാണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഫുള്ളൊന്നും ആയിരുന്നില്ല. പിന്നെ സൗദി അറേബ്യയിലേക്ക് പോകുന്നതുകൊണ്ട് അവിടെ ഈ ഉംറയുടെ എന്തോ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുകയായിരുന്നു. അത് കാരണം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഹജ്ജിൻ്റെയൊക്കെ ടൈം ആകാറായിരുന്നു. അത് കാരണം നല്ല തിരക്കായിരുന്നു. ഇവിടുന്ന് സൗദി അറേബ്യൻ വഴിയിട്ട് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഇവിടുന്ന് 12 മണിക്കൂറുണ്ട് കേട്ടോ. ഫ്ലൈറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ ഒരുപാട് സിസ്റ്റംസ് വർക്കല്ലായിരുന്നു ഫ്ലൈറ്റിൽ. ഒരുപാട് പേര് കംപ്ലയിൻറ്റ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. സിസ്റ്റംസ് കാര്യങ്ങളെല്ലാം വർക്കല്ല, അതുപോലെ ഇവർക്ക് ഹെഡ്സെറ്റ് കാര്യങ്ങൾ കിട്ടിയില്ല കുറേ പേർക്ക്. അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് നമ്മൾ നിരന്തരം കേട്ടിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് നമുക്കും കുറേ അനുഭവങ്ങളുണ്ടായി. അതിൻ്റെ വീഡിയോയും കാണിച്ചു തരാം. അതാണ്ടില്ല, അവർ നമുക്ക് എന്തായാലും ഒരു ഹെഡ്ഫോൺ തന്നിട്ടുണ്ട്. എന്തായാലും അടുത്തൊരു 12 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് ആണ് കേട്ടോ. 12 മണിക്കൂർ ആകുമ്പോഴാണ് നമ്മൾ സൗദി അറേബ്യയിൽ ജദ്ദയിൽ എത്തുള്ളൂ. അവിടുത്തെ ഒരു 3 മണിക്കൂർ നമുക്ക് വെയിറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ്ടില്ലേ ഒരു അടിപൊളി വ്യൂ ആയിട്ട് നമ്മൾ ടൊറൻറ്റോ എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് ടേക്ക് ഓഫ് ചെയ്തേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കാർമേഘവും കാര്യങ്ങളൊക്കെ നമ്മുടെ അടിയിലായിട്ടാണ് നിൽക്കുന്നത്. നല്ല അടിപൊളിയായിട്ട്. എന്നാലും വിൻഡോ സീറ്റ് അല്ലായിരുന്നിട്ടും കൂടി ഒരു ഫ്രണ്ടിനെ കൊണ്ട് എടുപ്പിച്ചൊരു വീഡിയോ ആയിട്ടോ. നല്ല അടിപൊളിയായിട്ട് തോന്നിയുണ്ട്. ഇതാ നമുക്കൊരു ഡെൻറ്റൽ കിറ്റും തന്നിട്ടുണ്ട് അവർ. അതായത് നമ്മുടെ ടൂത്ത് ബ്രഷ് അതുപോലെ ടൂത്ത് പേസ്റ്റ്, പിന്നെ നമ്മുടെ ഒരു ഐ മാസ്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സോക്സ് കാര്യങ്ങളൊക്കെ തണുക്കുവാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് 12 മണിക്കൂർ നേരത്തെ പറഞ്ഞ പോലെ നോൺ സ്റ്റോപ്പാണ്. നേരെ ജദ്ദയിൽ പോയിട്ട് ഒരു 3 മണിക്കൂറുടെ ലേ ഓവറുണ്ട്. അത് കഴിഞ്ഞാൽ നേരെ കൊച്ചിക്കൊരു 5:50 ഏകദേശം ഒരു 6 മണിക്കൂർ വരുന്നത്. അപ്പോൾ 12, 6, 18, 3, 21 ഏകദേശം 21 മണിക്കൂറായിട്ടോ നമുക്ക് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്താനുള്ള സമയം പറഞ്ഞിരിക്കുന്നത്. വെളുപ്പിന് 1:30-2 മണിക്ക് എത്തണേ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര ദുരനുഭവം ഉണ്ടായിട്ടോ. അതും കൂടെ കാണിച്ചു തരാം എന്തായാലും. മൊത്തത്തിൽ ഈ അങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ഭയങ്കര ദുരന്ത ഫ്ലൈറ്റായിരുന്നു കേട്ടോ. എന്തായാലും ദുരന്തോ എക്സ്പ്രസ് ഇതിനേക്കാൾ നല്ലതായിരുന്നു തോന്നിപ്പോയി. അതുപോലെ ദുരന്തമായിട്ടുള്ളൊരു ഫ്ലൈറ്റ് യാത്രയായിരുന്നു. ഫുഡ് കാര്യങ്ങളാണെങ്കിൽ പോലും അത്രയ്ക്ക് പറയത്തൊക്കെ ഇല്ലായിരുന്നു. കണ്ടില്ല, ഡ്രിങ്ക്സൊക്കെ വന്നു ചെന്നപ്പോഴേ. ആദ്യത്തെ ഫുഡ് നമുക്ക് കിട്ടിയിട്ട് ആദ്യത്തെ മീലായിട്ട് കിട്ടിയത് ഒരു ഫുൾ മീലാണ് കിട്ടിയത്. കണ്ടില്ല, ബ്രെഡുണ്ട്, അതുപോലെ കോള മേടിച്ചു, വെള്ളം കിട്ടി, ഒരു ചിക്കനോ ഒരു ബീഫോ പറഞ്ഞിട്ട്. ഇത് ചിക്കൻ്റെ ആട്ടോ. അടിയിൽ കുറേ നൂഡിൽസും കാര്യങ്ങളും അതുപോലെ ബീൻസൊക്കെ ഇട്ടിട്ട് ടെറിയാക്കി സോസ് ഒഴിച്ചിട്ടല്ല മധുരമുള്ള ചിക്കനല്ലേ, അതും നൂഡിൽസോടെ കൂടിയിട്ടുള്ളൊരു മീലാണ് അനുഷ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ബീഫുമാണ് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്യുകയും ചെയ്യാമല്ലോ. അതിൻ്റെ കൂടെ കിട്ടിയേക്കണ ബാക്കി ഐറ്റംസൊക്കെ സെയിം ആട്ടോ. ഇതെന്തോ ഒരു സാലഡൊക്കെ പോലൊരു സൈഡ്, കുറേ വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടപ്പെടാത്ത ടേസ്റ്റിൽ കുറേ ടൊമാറ്റോ ഒക്കെ ഇട്ടിട്ട്, പിന്നെ ഓറഞ്ച് ജ്യൂസ്, അതുപോലെ ഒരു ബ്രൗണി, വൈറ്റ് ചോക്ലേറ്റ് വെച്ചുള്ള ബ്രൗണി. ഇതാണ് നമ്മൾ മേടിച്ചേട്ടോ. അതായത് മട്ടൻ പോലെ ഇരിക്കുമെങ്കിൽ ഇത് ബീഫാട്ടോ. ബീഫ് ബിരിയാണിയാണ് വന്നേക്കണേ. അതുപോലെ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി തീരെ മോശമല്ലായിരുന്നു. റൈസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇത് നന്നായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ കിട്ടിയൊരു മീലിൽ വെച്ചിട്ട് ഈ ഒരു റൈസ് മാത്രം, അതായത് ലാമ്പ് ബിരിയാണി എന്നൊക്കെ പറഞ്ഞു തന്നത് ലാമ്പും ബീഫ് ഓർ ചിക്കൻ എന്ന് ചോദിച്ചാൽ തരുന്നത്. അപ്പോൾ നമ്മൾ ബീഫ് എന്നാണ് പറഞ്ഞത്. ബീഫായിരിക്കും. ഇപ്പം ബീഫാണോ ലാമ്പുമാണോ നമുക്ക് കഴിക്കുമ്പോൾ പെട്ടെന്നങ്ങ് മനസ്സിലാവില്ല. കാരണം ഇതവിടെ ഉണ്ടാക്കി വെച്ച് അവർ ഓവനിൽ ചൂടാക്കി ഭയങ്കര ഇതായിട്ട് കൊണ്ടു തരുന്നതാണ്. അതിൻ്റെ കൂടെ ഈ സാധനമൊക്കെ കഴിച്ച് കഴിയുമ്പം നമുക്ക് നമ്മുടെ വായിലെ ടേസ്റ്റൊക്കെ മൊത്തത്തിൽ പോവാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. ഈ സാധനം അത്രയ്ക്കൊരു സുഖമല്ല, ചെറിയൊരു പുളിയും മധുരവും എന്നാണ്ടൊക്കെ ടേസ്റ്റായിരുന്നു. മിക്കവാറും ഇവിടുത്തെ സ്പെഷ്യൽ എന്തെങ്കിലും അറബിക് ഫുഡ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ടൊരു ഡെസേർട്ട് കിട്ടിയായിരുന്നു കേട്ടോ. നല്ലതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഇച്ചിരി മധുരം കൂടുതലായിരുന്നു. ഇതാണ്ടില്ലേ, ഇത് ചിക്കൻ്റെത് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ചിക്കനെ ടെറിയാക്കി സോസ്, ഒരു സ്വീറ്റ് ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ടേസ്റ്റ് ഒഴിച്ച് കളഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. എല്ലാം കൂടെ നൂഡിൽസും അതുപോലെ ചിക്കനൊക്കെ കൂടി മിക്സ് ചെയ്തടിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അങ്ങനെ അത്യാവശ്യം നല്ല രീതിക്കൊരു ചെറിയ മീല് കഴിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബ്രെഡ്, ജാം, അതുപോലെ ബട്ടർ, വെള്ളം, കോള അതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ആവശ്യത്തിന് മേടിച്ചിട്ടുണ്ട്. ഇത് ലിക്കർ സെർവ് ചെയ്യാത്ത ഫ്ലൈറ്റ് ആകുമ്പോൾ ഫുഡ് ഇത്രയും കൂടെ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ അങ്ങനെ ഒരു വിചാരം തെറ്റായിപ്പോയി നമുക്ക് മനസ്സിലായി. നമ്മൾ എന്തായാലും ഇനി ബുക്ക് ചെയ്യില്ല. ഇവിടെ ഇതാണ്ടില്ല, നമ്മൾ ഏകദേശം പകുതി ദൂരം പിന്നിട്ടു. ഇനി 5-5.5 മണിക്കൂറോടെ അടുത്തുണ്ട് കേട്ടോ. നമ്മളിതാ ടൊറൻറ്റോയിൽ നിന്ന് പകുതി ദൂരം എത്തി. ഇനി പകുതിയും കൂടെ കവർ ചെയ്യാനുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു പകുതി ദൂരം എത്തി, 5-5.5 മണിക്കൂറോടെ ഉണ്ട്. അപ്പോൾ ഇനിയും മീലുകൾ വരാനുണ്ട്, ഇനിയും ഫുഡ് കഴിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഫുഡുകളും കാര്യങ്ങളൊക്കെ എന്നാ വന്നതെന്ന് നോക്കാം.
നമുക്ക് നമ്മുടെ ഫുഡിങ് പരിപാടിയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് കേട്ടോ. അപ്പോൾ എന്തായാലും സമയം പോകണ്ടേ, വേറെ ഒന്നും ചെയ്യാനില്ല. അതാണ്ടില്ല എല്ലാ ആണുങ്ങളാട്ടോ ഇവിടെ. ആകെയുള്ള 2-3 പെണ്ണുങ്ങളാകെ അവർ വർക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ബിസിനസ് ക്ലാസ് ഏരിയയിലാണ് കേട്ടോ. ഒരു ഫ്ലാറ്റ് ബ്രെഡ് കിട്ടിയിട്ടുണ്ട് അടുത്തത്, കൂടെ ഒരു ബ്ലൂബെറി മഫിൻ നല്ലതായിരുന്നു കേട്ടോ. അടിപൊളി ഒരു ബ്ലൂബെറി മഫിൻ കിട്ടി, ഫ്രഷ് പോലെ തോന്നിക്കുന്ന ഒരു ബ്ലൂബെറി മഫിൻ. ഫ്ലാറ്റ് ബ്രെഡ് മോശമായിരുന്നു കേട്ടോ. മൊസറല്ലയുടെ ചീസൊക്കെ ഇട്ടിട്ട് ആർട്ടിച്ചോക്ക് എന്തോ ഒരു സംഭവമൊക്കെ ഇട്ടിട്ടുള്ള സാധനമായിരുന്നു. അതിൻ്റെ കൂടെ ഒരു പ്രോട്ടീൻ ബാറും കിട്ടി കേട്ടോ. പ്രോട്ടീൻ ബാർ പൊതുവേ ഇഷ്ടമല്ലാത്തത് കൊണ്ട്, ഡേറ്റ്സ് ആൻഡ് ഹണിയുടെ കണ്ടാണ് അത് പൊതുവേ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇത് കഴിച്ചില്ല. മൊസറല്ല ഫ്ലാറ്റ് ബ്രെഡ് സ്റ്റിക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ചീസി ആയിരുന്നു, ഇതാണ്ടില്ല. നല്ല കോഫി കിട്ടി കേട്ടോ, ബ്ലാക്ക് കോഫി. കുറേ പേര് പറഞ്ഞിരുന്നു സൗദി അറേബ്യൻ ഫ്ലൈറ്റിൽ നല്ല കോഫിയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി ബ്ലാക്ക് കോഫി കിട്ടി. സിനിമകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. സിനിമ കണ്ടുപിടിക്കാൻ ആകെ 2018 ആ മൂവി മാത്രമേ ഉള്ളായിരുന്നു മലയാളമായിട്ട്. ഇതാണ്ടില്ലേ ഫ്ലാറ്റ് ബ്രെഡിൻ്റെ ആ ഒരു ചീസ് സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചീസിൻ്റെ ഫ്ലാറ്റ് ബ്രെഡ് കിട്ടിയിട്ടുണ്ട്. കോഫി നല്ല കോഫിയായിരുന്നു കേട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. വീണ്ടും വീണ്ടും പറയുകയാണ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ രണ്ടാമത് വേറൊരു സമയത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കോഫിക്ക് ടേസ്റ്റ് ഉണ്ടായില്ല. എന്തായാലും ചീസി പൊതുവെ ചീസ് അങ്ങനെ ചുമ്മാ കഴിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടും അത് വലിയ രസമായിട്ട് എനിക്ക് തോന്നിയില്ല. അതിനകത്ത് ആകെ മെച്ചമുണ്ടായത് കോഫിയാണ്. നേരത്തേക്ക് അവർ അടുത്ത ഫുഡായിട്ട് വന്നു തോന്നുന്നു കേട്ടോ. നമ്മൾ ഇൻ ബിറ്റ്വീനുള്ള കാര്യങ്ങൾ ചുമ്മാ ഇരിക്കുന്ന മാത്രമേ ഉള്ളൂ, വേറെ കാണിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് കാണിച്ചില്ല. അടുത്ത ഫുഡിൻ്റെ സെക്ഷൻ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വീണ്ടും കാണിക്കാൻ തുടങ്ങിയത് കേട്ടോ. സമയം ഏകദേശം എത്താറായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇനി 1 മണിക്കൂർ 15 മിനിറ്റ് കണ്ടേ ഉള്ളൂ. നമ്മുടെ അടുത്ത മീലിൻ്റെ സമയമായിരുന്നു ഏകദേശം. അടുത്ത മീൽ ഈ പറഞ്ഞ ഒരു ക്രുസോണ്ട് ഉണ്ട്, അതുപോലെ ഒരു ഓട്സും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്, ചോക്ലേറ്റിൻ്റെ ചെറിയൊരു പീസ്, ബ്രെഡ്, ജാം, പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചേക്കണത്, അതുപോലെ തന്നെ ഒരു യോഗട്ട് ഉണ്ട് കേട്ടോ. യോഗട്ട് മാംഗോ യോഗട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കറക്റ്റായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മറന്നുപോയി. കാരണം യോഗട്ടും കാര്യങ്ങളൊന്നും ഞങ്ങളങ്ങനെ ഡിസേർട്ട് അങ്ങനെ ഒന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഭയങ്കര സ്വീറ്റായിരുന്നു. നമ്മുടെ അടുത്ത സീറ്റിലിരുന്ന ഒരാൾക്ക് കൊടുത്തേ നല്ല അടിപൊളി ഫ്രഷ് ഒരു ക്രുസോണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ക്രുസോണ്ടിനകത്ത് നമുക്ക് ചെറിയ ബട്ടറൊക്കെ തേച്ച് ജാമൊക്കെ തൂത്ത് കഴിക്കാം. അതുപോലെ ഇതാണ്ടില്ലേ ഓട്സ് ക്രീമൊക്കെ ആയിട്ടൊരു സാധനം കിട്ടിയിട്ടുണ്ട്. അതൊന്നും വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇതെനിക്ക് തോന്നുന്നത് മാംഗോ യോഗട്ടാട്ടോ. ഓറഞ്ച് ജ്യൂസ് ബ്ലെൻഡ്. ഓക്കെ, ഓറഞ്ച് ജ്യൂസിൻ്റെ എന്തോ ഇതാട്ടോ, കുഴപ്പമില്ലായിരുന്നു. സാധനം അത്യാവശ്യം നല്ലതായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കട്ട്, അതറിയാമല്ലോ, ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റ് അറിയാമല്ലോ. പക്ഷേ പൈനാപ്പിൾ എനിക്ക് തോന്നുന്നത് അന്ന് ഭയങ്കര പുളിയായിരുന്നു. അതങ്ങനെ വരുള്ളൂ, അങ്ങനെ സംഭവിക്കുകയുള്ളൂ. നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും. ഇന്നത്തെ മെയിൻ ഫുഡ് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം എന്താണെന്ന് കേട്ടോ. അപ്പം ഞാൻ നിങ്ങളെപ്പോലെ ആകാംക്ഷാഭരിതരായിട്ടിരിക്കുകയാണ് ഈ ഫുഡ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതാണ് തുറക്കാനും പറ്റുന്നില്ല. പക്ഷേ തുറന്നു കഴിഞ്ഞപ്പോൾ ആ വിഷമം അങ്ങ് മാറി കേട്ടോ. കാരണം ഇവർ മോസ്റ്റ്ലി അത് സമയം രാവിലെ ആയിരുന്നു, വെളുപ്പിനെ ആയിരുന്നു. അപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോലെയാണ് അവർ തന്നത്. ഭയങ്കര തോൽവിയായിപ്പോയി. മുട്ടയും സൈഡിൽ ഈ സ്പിനാച്ച്, നമ്മുടെ ചീര എന്തോ ചെയ്ത് വെച്ചേക്കണു, അതിൻ്റെ താഴെ കുറേ ടൊമാറ്റോ സൈഡിൽ വെച്ചേക്കണു, പിന്നെ മുട്ട പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്ത് തന്നേക്കണു. ഭയങ്കര പുളിയും, ഒരു ഉപ്പുമില്ല, ഒരു എരിവുമില്ല, ഒരു പുളിയും മധുരവും ഇല്ല, ഒന്നുമില്ലാതെ എന്തോ ചെയ്ത് മുട്ട വെച്ചേക്കണു ഓരോ സ്പിനാച്ചിൻ്റെ കൂടെ. ആ വെജിറ്റബിളും ഫ്രൂട്ട്സും ആ ഓറഞ്ച് ജ്യൂസും കുടിച്ച് ഞങ്ങൾക്ക് തൃപ്തി അണയേണ്ടി വന്നു. ഭയങ്കര മോശമായിരുന്നു. അതാണെങ്കിൽ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ വേണ്ടത്, എഗ്ഗാണോ വെജിറ്റേറിയൻ ആണോ വേണ്ടതെന്ന് വെച്ചപ്പം ഞാനത് എഗ്ഗ് പറയുകയും ചെയ്തു. കാരണം എഗ്ഗ് ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലുമൊക്കെ നല്ല ഐറ്റംസ് ആയിരിക്കുമെന്ന്. ഭയങ്കര മോശമായിരുന്നു അങ്ങോട്ടുള്ള ഫുഡ് കേട്ടോ. അവർക്ക് ആ ഡ്രിങ്ക്സ് എന്നാൽ ആൽക്കഹോൾ കൊടുക്കുന്നില്ല, അതിനും കൂടെ നല്ല ഫുഡ് കൊണ്ടുവരുവായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു പോയി. എന്തായാലും ഉള്ളതാട്ടെ, നമ്മൾ അടുത്ത എയർപോർട്ടിൽ എത്തിക്കുമ്പോൾ വേറെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മളത് അങ്ങനെ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സൗദി അറേബ്യൻ മണ്ണിലേക്ക് എത്തുക കേട്ടോ. നമ്മൾ അടുത്ത രാജ്യത്തേക്ക് എത്തി. സൗദിയിലെത്തി. ഇനി ഇവിടെ ഏകദേശം ഒരു 3 മണിക്കൂറുള്ളൂ. ഇവിടെ ചെക്കിനും കാര്യങ്ങളും അതുപോലെ നമ്മുടെ എന്താ പറയുക സെക്യൂരിറ്റി ചെക്ക് കഴിയുമ്പോഴേക്കും കുറേ സമയം പോകും. അത് കഴിയുമ്പോൾ പിന്നെ വലിയ സമയമൊന്നും ഉണ്ടാവില്ല. എന്തായാലും നമ്മളതാ നടന്നു കയറി സൗദി അറേബ്യയിലേക്ക് എത്തിയിട്ടുണ്ട്. സൗദി അറേബ്യൻ മണ്ണിൽ കാല് കുത്തി കുറേ പേരെ വീൽ ചെയറിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ അവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫും കാര്യങ്ങളും ടീമൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ സൗദിയിലൊന്ന് ഇറങ്ങി കേട്ടോ. അത്യാവശ്യം വളരെ അലമ്പ് ഫ്ലൈറ്റും കൂതറ സർവീസും ആയിരുന്നു കേട്ടോ. സാധാരണ നമ്മളങ്ങനെ കുറ്റം പറയണതല്ല, പക്ഷേ തീരെ മോശം സർവീസായിരുന്നു. ഫ്ലൈറ്റ് തീരെ മോശമായിരുന്നു. അതുകൂടാതെ തീരെ മോശം സർവീസായിരുന്നു. ഞങ്ങൾ 2 പേർക്ക് ഫുഡ് തന്നത് ഒരേ ഐറ്റം തന്നപ്പോൾ പോലും അവർക്ക് 2 ഐറ്റംസ് വെച്ച് മിസ്സിങ് ഉണ്ടായിരുന്നു. രാവിലെ നമുക്ക് കോഫി ചായ വേണമെന്ന് ചോദിച്ചില്ല. നമ്മുടെ ഫ്രണ്ടിലത്തെ സീറ്റിലും ബാക്കിലത്തെ സീറ്റിലും കൊടുത്തു. പിന്നെ അവർ ഇടയ്ക്കൊരു സർവീസിന് വെള്ളം പോലും തരുന്നില്ല. എന്തെങ്കിലും കാര്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ചോദിക്കുന്ന സാധനമല്ല തരുന്നത്. മൊത്തത്തിൽ കൂതറ സർവീസായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ സൗദി എയർപോർട്ടിലേക്ക് എത്തി കേട്ടോ. നമ്മൾ ആദ്യം എത്തിയത് ബേസ്മെൻറ്റിലാണ്. ഏതോ അധോലോകം പോലെ അവിടെ നമ്മൾ ട്രാൻസ്ഫറിങ്ങിൻ്റെ കാര്യം ചെക്കിനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ, ജദ്ദ. നമുക്കിനി നമ്മുടെ ഗേറ്റ് കണ്ടുപിടിക്കണം.
3 മണിക്കൂർ സമയമുണ്ട്. ജസ്റ്റ് ഒന്ന് ചുറ്റി നടന്ന് നോക്കണം, എന്തെങ്കിലും മേടിക്കാനുള്ള സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു 3 മണിക്കൂർ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനുണ്ട്. 3 മണിക്കൂറിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ ഒന്ന് കറങ്ങി കിടന്നപ്പം ഒരുപാട് ഇതാണ്ടില്ലേ ഫ്ലൈറ്റുകളും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു പെർഫ്യൂം എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു ചെറിയ സ്റ്റോർ ഉണ്ടായിരുന്നു നമ്മൾ ഇരിക്കുന്നിടത്ത്. നമ്മൾ ഉള്ളിലേക്ക് കിടന്നുകൊണ്ട് പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ലായിരുന്നു. ഇതാണ്ടില്ല ആ ഒരു സ്റ്റോറിൽ ഒരുപാട് പെർഫ്യൂംസും ചോക്ലേറ്റ്സും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പം നമ്മളിതാ ഒരു പെയറായിട്ടുള്ള ഒരു മെൻസ് വുമൻസ് ഉപയോഗിക്കുന്ന ഒരു പെയർ പെർഫ്യൂം ഉണ്ടായിരുന്നത്, അത് മേടിച്ചിട്ടുണ്ട്. എന്തായാലും നല്ല അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ. എല്ലാം അവിടെ സാമ്പിൾ ചെയ്യാൻ വെച്ചിട്ടുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മേടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിയാണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് ലിമിറ്റഡ് ടൈമും ഉള്ളായിരുന്നു. നമ്മൾ അത്യാവശ്യം പെട്ടെന്ന് നല്ലൊരു എന്താ പറയുക ഒരു പെർഫ്യൂം ഒരു സ്പ്രേ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെക്കിംഗ് ടൈമായി നമ്മൾ അകത്തേക്ക് കയറുക കേട്ടോ. ഇനി വേറൊരു 5-5.5 മണിക്കൂറേ എടുക്കത്തുള്ളൂ നമുക്ക് നേരെ കൊച്ചിയിലെത്താനായിട്ട്. നമ്മളങ്ങനെ ചെക്കിങ് കഴിഞ്ഞ് ഉള്ളിൽ കയറി. നമുക്ക് 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് 2 ഫ്രണ്ട്സിനെ കിട്ടി. ഇവിടുന്ന് തന്നെ ഉണ്ടായിരുന്നവരാണ് ജസ്റ്റിൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടും അദ്ദേഹത്തിൻ്റെ വൈഫും ഉണ്ടായിരുന്നു കേട്ടോ. അവരെന്തായാലും 1 മാസം കൂടെ കഴിഞ്ഞിട്ടാണ് വരുള്ളൂ. അവർ എക്സ്ട്രാ ഹോളിഡേ ഒക്കെ എടുത്ത് പോയേക്കണയാണ് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ട് നടക്കട്ടെ അവരുടെ ഹോളിഡേയ്സും. അതുപോലെ തന്നെ നമ്മൾ ഫ്ലൈറ്റ് എത്തി. ഫ്ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ KSRTC ബസ് ഇതിലും അടിപൊളിയാട്ടോ. KSRTCനെ പുച്ഛിച്ച് പറയണതല്ല, KSRTCക്ക് ആയാലും നല്ല കോംപ്ലിമെൻറ്റ് മാത്രമാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടല്ലേ നമ്മുടെ KSRTC ഒക്കെ നാട്ടിലോടുന്ന കണ്ട കൊതിയാവും. ആ ഫ്ലൈറ്റിലെ സീറ്റിൻ്റെ കോലം കണ്ടില്ലേ? ഈ ഒരു സീറ്റിലാട്ടോ നമ്മൾ ഇരുന്ന് പോകേണ്ടത്. അത് ഭയങ്കര മോശമാണ്. ആ ഫ്ലൈറ്റ് മൊത്തത്തിൽ മോശമാണ്. ഇനി ഏറ്റവും വലിയ രസം ഞാൻ കാണിച്ചുതരാം. നമ്മുടെ സിസ്റ്റംസില്ലേ, നമ്മൾ ഈ ഫ്ലൈറ്റിൽ കുറച്ച് ആൾക്കാർക്ക് ഹെഡ്ഫോൺ കൊടുത്തു, കുറച്ച് പേർക്ക് ഹെഡ്ഫോൺ തന്നിട്ടില്ല. അത് തരാത്തതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായത്. കുറേ സിസ്റ്റംസിയോട് വർക്കല്ല, കുറേ സിസ്റ്റംസിയോട് വർക്കാണ്. അപ്പോൾ അങ്ങനത്തെ അത്ര വലിയ അടിപൊളി ഫ്ലൈറ്റാണ് സൗദി അറേബ്യ എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരെണ്ണം വർക്കാണ്, പക്ഷേ ഹെഡ്ഫോൺ കിട്ടിയിട്ടില്ല. ഇവിടെ വർക്കുമല്ല, ഹെഡ്ഫോണും കിട്ടിയിട്ടില്ല. കുറേ അടുത്ത് ഹെഡ്ഫോൺ ഇല്ല, കുറേ അടുത്ത് ജാമായിട്ടിരിക്കുകയാണ്, കുറേ സിസ്റ്റം ഓണല്ല. അപ്പോൾ ടൊറൻറ്റോയിൽ നിന്ന് ജദ്ദ വരെയുള്ള ഫ്ലൈറ്റ് ഭയങ്കര മോശമായിരുന്നു. ഇത് അതിൻ്റെ മോശമാണ്. സീറ്റിങ്ങും ഈ കുത്തിയേക്കുന്നാണ്ടില്ലേ, സിസ്റ്റം ഒന്നും വർക്കല്ല കേട്ടോ. എന്താ ചെയ്യാത്ത, എന്തായാലും അടിപൊളി കാഴ്ചയാണ് പുറത്ത്. തൽക്കാലം കുറച്ച് നേരം അത് കണ്ടുകൊണ്ടിരിക്കാം. അത് കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നു. എപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. സൂപ്പർ കാഴ്ചയാണ് കേട്ടോ. ആണല്ലേ, കാർമേഘങ്ങളൊക്കെ അടിയിലാണ്. മഴ പെയ്ത് പിടി വെട്ടുന്നൊക്കെ കാണാമായിരുന്നു. ഇതിൽ ഒറ്റ സ്ക്രീനും വർക്കല്ല കേട്ടോ. ഈ ഒരു സ്ക്രീൻ മാത്രമേ വർക്കുള്ളൂ. അപ്പുറമുള്ള 2 സ്ക്രീൻ വർക്കല്ല. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ സ്ക്രീൻ വർക്കല്ല. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് സ്ക്രീൻ വർക്കല്ല, അവർ റീസെറ്റ് ചെയ്തിട്ടും ശരിയാവുന്നില്ല, മാറിത്തരാൻ വേറെ സീറ്റും അവൈലബിൾ ഇല്ലയെന്ന്. നമ്മൾ ഒന്നുകൂടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നേ പറ്റുള്ളൂ. അവർ ഇല്ലെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് വേറെ സീറ്റ് തരണം. പക്ഷേ ഇപ്പം നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യം അത്രയ്ക്ക് ഇല്ലാത്തത് കൊണ്ടും ഇതിനകത്ത് സെയിം അവിടുത്തെ കാണിക്കുന്ന സെയിം മൂവിയുടെ ലിസ്റ്റ് തന്നെ കാണിച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. പക്ഷേ മൊത്തത്തിൽ സൗദി എയർലൈൻ്റെ സർവീസ് അല്ലെങ്കിൽ ഇവിടുത്തെ ഫ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര മോശമാണ്. എസ്പെഷ്യലി നമ്മൾ ദുബായ് അല്ലെങ്കിൽ ജദ്ദയിൽ നിന്ന് കൊച്ചിക്ക് വരുന്ന ഫ്ലൈറ്റ്, ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് 12 മണിക്കൂറൊക്കെ ഇരുന്ന് വരാനുള്ളത്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളും ഒന്നുമില്ല. സീറ്റാണെങ്കിൽ ഭയങ്കര പാടാണ്. ഇത് സെൻറ്ററിൽ 4 സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇരിക്കാനൊക്കെ ഉണ്ടല്ലോ ഭയങ്കര പാടാണ്. നമുക്ക് ഇച്ചിരി കാലിനൊക്കെ നീളമുള്ളവരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഭയങ്കര പാടാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഖത്തറിലും എത്തിഹാദിലൊക്കെ വന്നത് അടിപൊളി സർവീസും അടിപൊളി ഫ്ലൈറ്റും ആയിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് തീരെ മോശമാണ്. മേലെ നിന്നൊക്കെ ഇളകി വീഴുന്ന പോലെയൊക്കെയുള്ള ഒച്ചയും കാര്യങ്ങളൊക്കെയാണ്. നോൺ വെജ് ഐറ്റംസിൻ്റെ ട്രേയും ഇത് വെജിറ്റേറിയൻ ട്രേയും ആട്ടോ. അത് ആകെയുള്ള വ്യത്യാസം കാണുന്നത് നോൺ വെജിൻ്റെ കൂടെ ഒരു നോൺ വെജ് ഐറ്റവും വെജിൻ്റെ കൂടെ ഒരു വെജിറ്റേറിയൻ ഐറ്റവും. ബാക്കി എല്ലാ ഐറ്റംസും സെയിം ആണ്. ഒരു വെള്ളം, ഒരു ചെറിയ ചോക്ലേറ്റ്, ഇത്തിരി ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടുള്ളൊരു സാലഡ്. ഫ്രൂട്ട്സ് അല്ല, വെജിറ്റബിൾസ്. ഇത് കുബൂസ്. ഇത്രയും ചെറിയ കുബൂസ് ആദ്യമായിട്ടാണ് കാണുന്നത്. തീരെ ചെറിയ കുബൂസ് ഒരു 3 എണ്ണം ഉണ്ട്. പിന്നെ ഒരു ഡിസേർട്ടുണ്ട്, പിന്നെ ഒരു ആപ്പിൾ ജ്യൂസ് മേടിച്ചിട്ടുണ്ട്. ഇത്രയും തന്നെയാണ് വെജിലുള്ളത് കേട്ടോ. ആകെയുള്ള ഡിഫറൻസ് ഈ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ വെജ് നോൺ വെജുമായിട്ട്. ബിരിയാണിയാണ് കേട്ടോ. ലാമ്പ് ബിരിയാണി, നമ്മുടെ ആട് ബിരിയാണിയാണ്. അത് മാത്രമേ ഒരു ഡിഫറൻസ് ഉള്ളൂ വെജ് നോൺ വെജുമായിട്ട്. റൈസൊക്കെ കണ്ടിട്ട് നല്ല റൈസാണ്. കഷ്ണം കാണുന്നില്ല, കഷ്ണം ഒന്ന് മാന്തി നോക്കിയിട്ട് ഇതാ ഇവിടെ പീസുണ്ട് കേട്ടോ. 1-2 പീസുണ്ട്. നല്ല ചൂടുണ്ട്. ഇത് മൈക്രോവേവ് ചെയ്താണോ സംശയം കേട്ടോ. റൈസൊക്കെ പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നു. മുന്തിരിയൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് മസാലയുടെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നോക്കാം. കഴിഞ്ഞ ഇവരുടെ ഫ്ലൈറ്റിൽ
ബീഫ് ബിരിയാണി ആയിരുന്നു, നല്ലതായിരുന്നു. ഇതിപ്പോൾ ലാമ്പാണ്. ലാമ്പ് ബിരിയാണിയുടെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നും കൂടെ നോക്കിയിട്ട് പറയാം. നല്ല ബിരിയാണിയാണ്, ക്ലാസ് കേട്ടോ. നല്ലൊരു റെസ്റ്റോറൻറ്റ് ക്വാളിറ്റിയാണ് കേട്ടോ. അടിപൊളി. ഫ്ലൈറ്റിൽ നിന്ന് ഇതുവരെ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ബിരിയാണി കേട്ടോ. അപ്പം ഒട്ടും മോശം പറയാനല്ല, അടിപൊളി. അതിൻ്റെ കൂടെ 3 കുബൂസും ഒരു ഡിസേർട്ടും ഒരു സാലഡും ആപ്പിൾ ജ്യൂസും കൂടെ ഉണ്ട്. അടിപൊളി. വെജുകാർക്ക് ആകെയുള്ള ഡിഫറൻസ് റൈസും പരിപ്പും പിന്നെ ഒരു വെജിറ്റബിൾ കറിയാണ്. അതെങ്ങനെയുണ്ടെന്നും കൂടെ നോക്കാം നമുക്ക് വേണമെങ്കിൽ. നമുക്ക് പരിപ്പും ചോറും കൂടെ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂട് പരിപ്പ് കേട്ടോ. അതിൻ്റെ കൂടെ ഗ്രീൻ പീസും കിഴങ്ങൊക്കെ ഇട്ടിട്ടൊരു കറിയാണ്. റൈസും നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല പരിപ്പ് കറിയാണ്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കണം. അടിപൊളി. ഓക്കെ, ടിപ്സൊക്കെ സെയിം ആണോ? അപ്പം നമുക്കിത് കഴിച്ചു കാണാം. ഓക്കെ, ഇതാ കണ്ടില്ലേ, ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിലെ ഒരു മീൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. നല്ല അടിപൊളി ഫുഡായിരുന്നു. എന്തായാലും ഫുഡിൻ്റെ കാര്യം അതുപോലെ തന്നെ ജദ്ദയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള നല്ലതായിരുന്നു. ഈ കാണുന്ന ചേട്ടൻ കണ്ടോ, നമ്മൾ സൗദി വെച്ച് പരിചയപ്പെട്ട ആളാട്ടോ. പുള്ളി 10-35 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം എല്ലാം മതിയാക്കി തിരിച്ച് നാട്ടിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പുതിയ വീടൊക്കെ നാട്ടിൽ പണിത് അദ്ദേഹം നാട്ടിൽ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് സെറ്റിലാകാൻ പോണ പോക്കായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു പുള്ളിക്ക്. സംസാരത്തിലൊക്കെ 10-35 വർഷമായിട്ട് ഇവിടെയായിരുന്നു. ഇതാണ്ടില്ലേ ഷേക്കിങ് ഉണ്ട്. അതായത് ഫ്ലൈറ്റ് ഭയങ്കരമായിട്ടും കുലുങ്ങുമായിട്ടോ. ഡിസ്പ്ലേ നമുക്ക് നോക്കിയാൽ അറിയാം എത്രത്തോളം ശക്തിയിലാണ് ആ ഒരു എയർ ടർബുലൻസ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ഒരു എയർ പോക്കറ്റ്സ് എന്നൊക്കെ പറയും ഇതിന്. അത് കാലാവസ്ഥയിലുണ്ടാകുന്ന ഒരു വ്യത്യാസം മൂലം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഷേക്കാവുന്നത്. നമ്മളങ്ങനെ കൊച്ചിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1:30 എത്തേണ്ട ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്ന സമയത്തിൻ്റെ എന്താ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഇച്ചിരി നേരത്തെയാണ് 12:30 അറേഞ്ച് ആയപ്പോൾ നമ്മൾ എത്തിയിട്ടോ. നമ്മളങ്ങനെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ ഒന്ന് കയറി എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനുണ്ടെന്നൊക്കെ ജസ്റ്റ് നോക്കുകയാണ്. ഇതാണല്ലോ ചോക്ലേറ്റ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ലിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ലിക്കർ ബാനായിട്ടുള്ളൊരു ഫ്ലൈറ്റിലാണ് വന്നിരുന്നത്. അതുകൊണ്ട് നമുക്ക് ലിക്കറൊന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ലഗേജിന് വെയിറ്റ് നിൽക്കുക കേട്ടോ. ഇവിടെ വമ്പനൊരു കളിയാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ ആ ഫ്ലൈറ്റ് യാത്രയുടെ ഒരു ഹാങ് ഓവർ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അവസാനിച്ചില്ല. നമുക്ക് ലഗേജുകൾ ഒരുവിധം എല്ലാം കിട്ടി. ഒരെണ്ണം കിട്ടിയില്ല. ഒരു 23 കിലോയുടെ ഒരു വലിയ ലഗേജ് ചെക്കിംഗ് ബാഗേജ് കിട്ടിയില്ല. അത് ഞങ്ങൾ ദൂരെ നോക്കി കഴിഞ്ഞപ്പോൾ പിങ്ക് കളറായതുകൊണ്ട് ഒരു കാർട്ടിലിരിക്കുകയാണ്. ഒരു സ്റ്റാഫിൻ്റെ കയ്യിൽ കാർട്ടിലിരിക്കുകയാണ്. ആ ബെൽറ്റിൽ കൂടെ വന്നിട്ടില്ല. അത് കണ്ടില്ലേ, മൊത്തം പൊട്ടിയിരിക്കുകയാണ് കേട്ടോ. ആ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു മെറ്റീരിയലിൻ്റെ ഒരു ബാഗായിരുന്നു കേട്ടോ. മൊത്തത്തിൽ പൊട്ടിയിരിക്കുകയാണ്. അത് അവരെ ബെൽറ്റിൽ കൂടെ വിട്ടുമില്ല. പർപ്പസ്ഫുള്ളി തന്നെ അവരെ കാർട്ടിൽ കൊണ്ടുപോയി ഫ്രണ്ടിൽ കൊണ്ട് നിന്നതാണ്. ഞാനത് പോയി മേടിച്ചു. എന്നിട്ട് അവർ കംപ്ലയിൻറ്റ് ചെയ്തോളാൻ പറഞ്ഞു. പക്ഷേ നമുക്കൊരു ടൈമില്ലായിരുന്നു കംപ്ലയിൻറ്റ് ചെയ്യാൻ. അതുപോലെ റെസിപ്റ്റ് നമ്മുടെ കയ്യിലില്ലായിരുന്നു. ഓൾറെഡി 2 മണിക്കൂറായിട്ട് വീട്ടുകാരെല്ലാം പുറത്ത് കാത്തിരിക്കുകയായിരുന്നു. നമ്മുടെ ലഗേജ് പൊട്ടിയിട്ടെങ്കിലും കിട്ടി. നമ്മുടെ കൂടെ വന്ന ജസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടിൻ്റെ ലഗേജ് കിട്ടിയില്ല. അവർ കംപ്ലയിൻ്റ് ആയിട്ട് മുന്നോട്ട് പോയി. കാരണം അവർക്ക് ലഗേജ് വേണമല്ലോ. അപ്പോൾ അവർ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് അവരുടെ വീട്ടിലോട്ട് അടുത്ത 3 ദിവസത്തിനൊക്കെ എത്തിച്ചേരും എന്നൊക്കെ പറഞ്ഞത്. നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ഫോളോ അപ്പ് കിട്ടിയില്ല. എന്തായാലും ഭയങ്കര ദുരന്തമായിരുന്നു കേട്ടോ അവരുടെ സർവീസ് മൊത്തത്തിൽ. അപ്പം എല്ലാവരും സൂക്ഷിച്ച കാര്യങ്ങളൊക്കെ ലഗേജിൻ്റെയൊക്കെ ഒരു ഫോട്ടോ എടുക്കുക, ആ ടാഗൊക്കെ സൂക്ഷിച്ച് വയ്ക്കുക കേട്ടോ. ഇവിടെ വന്ന് കഴിയുമ്പോൾ ലഗേജ് കിട്ടിയാൽ പറയാൻ കിട്ടിയിരുന്നതാണ്ടില്ലേ. നമ്മുടെ ഫാമിലി കാര്യങ്ങളെല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വന്നിട്ടുണ്ട്. ലഗേജും കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ തന്നെ മോളിൽ നമുക്ക് ചോക്ലേറ്റൊക്കെ കൊടുത്ത് നമ്മുടെ ഇന്ത്യൻ യാത്രയിലേക്ക് കിടക്കുകയാണ്. താങ്ക്സ്, ബൈ.